ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം ഒത്തുതീർക്കാനായി വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടു. ലക്ഷ്മി നായരുടെ രാജി ആവശ്യത്തിൽ ഉറച്ച് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കി. അതേസമയം സ്വകാര്യ കോളേജിന്റെ കാര്യത്തിൽ നടപടിയെടുക്കുന്നതിന് സർക്കാരിന് പരിമിതിയുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. എന്നാൽ പോലീസ് സുരക്ഷയുടെ തിങ്കളാഴ്ച ലോ അക്കാദമിയിൽ ക്ലാസുകൾ ആരംഭിക്കുമെന്ന് മാനേജ്മെന്റും വ്യക്തമാക്കി. പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. സർക്കാർ നിർദ്ദേശം മാനേജ്മെന്റ് അംഗീകരിച്ചതായും ചർച്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ലോ അക്കാദമിയിൽ അവരാരോപിച്ചെന്ന പ്രിൻസിപ്പൽ അവിടെ ഇല്ല, പുതിയ പ്രിൻസിപ്പൽ വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷനാണ്. മാനേജ്മെന്റ് അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും പല വിദ്യാർത്ഥി സംഘടനകളും രാജി തന്നെ വേണം എന്നുള്ള ഒരു നിലയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് രാജിവെക്കുക എന്നുള്ളത് ആ വ്യക്തിയാണ് രാജിവെക്കേണ്ടത്, അതല്ലാതെ വേറൊരാൾക്ക് രാജിവെക്കാൻ കഴിയില്ല. അവർ മാറ്റി നിർത്താൻ മാനേജ്മെൻറ്റ് പറഞ്ഞപ്പോൾ സമ്മതിച്ചപ്പോൾ പകരം പ്രിൻസിപ്പലിനെ വെക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ലോ അക്കാദമിയിലേത് രാഷ്ട്രീയ സമരമായി വളർത്തിയെടുക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJP ഒരുക്കിയ കെണിയിൽ മറ്റ് പാർട്ടികൾ വീഴരുത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാനത്ത് സംഘർഷം നിലനിർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് BJP നടത്തുന്നത്. പ്രിൻസിപ്പൽ സ്ഥാനത്തില്ലാത്തയാൾക്ക് എങ്ങനെ രാജിവെക്കാനാകുമെന്നും നിരാഹാര നാടകം മതിയാക്കണമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കി സംസ്ഥാനത്ത് കേന്ദ്ര പോലീസിനെ ക്ഷണിച്ചു വരുത്തണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര പോലീസ് എന്ന് പറഞ്ഞ് കേരളത്തിൽ എത്രയോ കാലമായി ഭീഷണിപ്പെടുത്തുന്നു. എവിടെ കേന്ദ്ര പോലീസ് വന്നാലും അതാത് പോലീസ് SIയുടെ കീഴിലേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കേന്ദ്ര സേന എന്നൊന്നും പറഞ്ഞ് പിപ്പടി കാണിച്ച് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഭയപ്പെടുത്താം എന്ന് RSS കരുതരുത്. വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്നത് ശരിയല്ലെന്ന് സീതാറാം യെച്ചൂരി. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്കാകുമെന്നും കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ വളരെ ശക്തമാണെന്നും യെച്ചൂരി പറഞ്ഞു. ലോ അക്കാദമി ഭൂമിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂമി സർക്കാർ തിരിച്ചുപിടിക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. ലോ അക്കാദമി ഭൂമി വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ അപാകതയില്ലെന്നും സമരം തീർക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. ലോ അക്കാദമിക്ക് ഭൂമി പതിച്ചു നൽകിയത് ഈ സർക്കാരിന്റെയോ കഴിഞ്ഞ സർക്കാരിന്റെയോ കാലത്തല്ല. അതിനാൽ ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ഏതോ കാലത്ത് CP രാമസ്വാമി അയ്യരെടുത്ത ഭൂമി അത് പരിശോധിക്കാൻ ഇപ്പോൾ ഈ ഗവൺമെന്റിന് കഴിയുന്ന കാര്യമല്ല. ആ പരിശോധനയ്ക്ക് ഇപ്പോൾ പോന്ന പ്രശ്നമില്ല. അതേസമയം ലോ അക്കാദമിയിലെ സർക്കാർ ഭൂമി സർക്കാർ തിരിച്ചുപിടിക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ പറഞ്ഞു. സർക്കാരിന്റെ ഭൂമി ആര് അനർഹമായ നിലയിൽ കൈവശപ്പെടുത്തി വെച്ചാലും അത് തിരിച്ച് എടുക്കേണ്ടത് സർക്കാരിന്റെ പ്രാഥമികമായ ചുമതലയാണ്. ലോ അക്കാദമി ഭൂമി വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ അപാകതയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്താണ് എന്ന് റിപ്പോർട്ട് കിട്ടുമ്പോൾ അതിന് നടപടി സ്വീകരിക്കും. രാഷ്ട്രീയ ന്യായം നിരത്തി സമരത്തെ അടിച്ചമർത്തരുതെന്നും സമരം തീർക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും കാനം പറഞ്ഞു. അതേസമയം ലക്ഷ്മി നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ലോ അക്കാദമി ട്രസ്റ്റ് ചെയർമാൻ K അയ്യപ്പൻപിള്ള തന്നെ രംഗത്തെത്തി. ഇല്ലെങ്കിൽ താൻ രാജിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം ഒത്തുതീർക്കാനായി വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടു. ലക്ഷ്മി നായരുടെ രാജി ആവശ്യത്തിൽ ഉറച്ച ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കി. അതേസമയം സ്വകാര്യ കോളേജിന്റെ കാര്യത്തിൽ നടപടിയെടുക്കുന്നതിന് സർക്കാരിന് പരിമിതിയുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. പോലീസ് സുരക്ഷയോടെ തിങ്കളാഴ്ച ലോ അക്കാദമി ക്ലാസുകൾ ആരംഭിക്കുമെന്ന് മാനേജ്മെന്റും വ്യക്തമാക്കിയിരിക്കുകയാണ്. ലോ അക്കാദമി പ്രിൻസിപ്പൽ സ്ഥാനം ലക്ഷ്മി നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥി സമരം 25ാം ദിവസത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിലാണ് സമരം അവസാനിപ്പിക്കുന്നതിനായി സർക്കാർ വീണ്ടും ചർച്ച നടത്തിയത്. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. ലക്ഷ്മി നായരുടെ രാജി ആവശ്യത്തിൽ SFI ഒഴികെയുള്ള സംഘടനകൾ ശക്തമായി ഉറച്ചുനിന്നതോടെ യോഗത്തിൽ തീരുമാനമെടുക്കാനോ സമവായത്തിലെത്താനോ ആയില്ല. മാനേജ്മെന്റ് എടുത്ത തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടതായി KSU പ്രതിനിധികൾ പറഞ്ഞു. വിദ്യാർത്ഥികൾ നിരന്തരമായി ഉന്നയിച്ച അവരുടെ പരിവേദനങ്ങൾ കേൾക്കാതെ വിദ്യാഭ്യാസ മന്ത്രി യഥാർത്ഥത്തിൽ ഈ ചർച്ച ബഹിഷ്കരിച്ച് അദ്ദേഹം വിളിച്ചു ചേർത്ത ചർച്ചയിൽ നിന്ന് അദ്ദേഹം തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്.
ലക്ഷ്മി നായർ രാജിവെക്കില്ലെന്നും തിങ്കളാഴ്ച പോലീസ് സുരക്ഷയോടെ ക്ലാസുകൾ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് ചർച്ചയിൽ അറിയിച്ചതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇനി വരുന്ന വിദ്യാർത്ഥികൾക്കും കൂടെ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. 5 വർഷത്തേക്ക് എന്നുള്ള കാര്യം അംഗീകരിക്കില്ല. പ്രിൻസിപ്പലിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തണം വരെ ഞങ്ങൾ ശക്തമായി സമരം തുടരും. പ്രതീക്ഷയോടെയാണ് തങ്ങൾ ചർച്ചയെ കണ്ടതെന്ന് AASF-ഉം ABVP-യും MSF-ഉം പറഞ്ഞു. ഇന്നത്തെ ചർച്ചയിൽ ഒരു പരിഹാരമുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മാനേജ്മെന്റിന് അനുകൂലമായ വാദങ്ങളാണ് മന്ത്രി ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. തിങ്കളാഴ്ച ക്ലാസുകൾ ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കുന്നത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. റെഗുലർ ക്ലാസ് തിങ്കളാഴ്ച തൊട്ട് തുടങ്ങും. അതേസമയം സ്വാശ്രയ കോളേജിനെതിരെ നടപടിയെടുക്കുന്നതിൽ സർക്കാരിന് പരിമിതിയുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് വ്യക്തമാക്കി. ലോ അക്കാഡമിയിൽ അവരാരോപിച്ചെന്ന പ്രിൻസിപ്പിൾ അവിടെ ഇല്ല, പുതിയ പ്രിൻസിപ്പിൾ വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷനാണ്. മാനേജ്മെൻറ്റ് അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും പല വിദ്യാർത്ഥി സംഘടനകളും രാജി തന്നെ വേണം എന്നുള്ള ഒരു നിലയ്ക്കാണ് നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള ഒറ്റപ്പാലം വാണിയംകുളം PK ദാസ് മെഡിക്കൽ കോളേജിലെ 2 വനിതാ ജീവനക്കാർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. റേഡിയോളജി വിഭാഗത്തിലെ ജീവനക്കാരികളെ ഡ്യൂട്ടിക്കിടെ ആസിഡ് കഴിച്ച് അവശനിലയിലാണ് കണ്ടെത്തിയത്. അത്യാസന്ന നിലയിലായ ഇരുവരെയും ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെ 3:30യോടെയാണ് ഒറ്റപ്പാലം വാണിയംകുളത്തുള്ള PK ദാസ് മെഡിക്കൽ കോളേജിലെ റേഡിയോളജി വിഭാഗത്തിലെ 2 വനിതാ ജീവനക്കാരെ അവശനിലയിൽ കണ്ടെത്തിയത്. നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പേരും ആസിഡ് കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ഇതേ മെഡിക്കൽ കോളേജിൽ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ബോണ്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ. സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച ഇരുവരുടെയും അവസാന പ്രവൃത്തി ദിവസമാണ് ആത്മഹത്യാശ്രമം ഉണ്ടായത്. സർട്ടിഫിക്കറ്റുകൾ ഇന്നലെ തിരിച്ചു നൽകാമെന്നായിരുന്നു മാനേജ്മെന്റ് അറിയിച്ചത്. എന്നാൽ ഇത് ലഭിക്കാത്തതിലുള്ള മനോവിഷമമാകാം ആത്മഹത്യാശ്രമത്തിന് കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇനിയിപ്പോ ലാസ്റ്റിൽ എന്താ വരുന്നെന്നും പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് മറ്റേത് കടലാസ് കൊടുത്തില്ല, അതൊക്കെ മറ്റേ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല, എന്നും പറയാൻ പറ്റില്ല. അവർക്ക് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാലല്ലേ, ഇപ്പം നിങ്ങൾ കുറേ പഠിക്കുന്നുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവുള്ളൂ. എന്നാൽ അടുത്ത സൗഹൃദത്തിലായിരുന്ന ഇരുവർക്കും വേർപിരിയുന്നതിലെ വിഷയമാവാം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് മാനേജ്മെന്റിന്റെ വാദം. അത്യാസന്ന നിലയിലായ 2 പേരെയും ഇതേ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാർത്തയിലേക്ക്. MT മൂല്യങ്ങൾക്ക് വേണ്ടി പോരാടിയ വ്യക്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യാഥാസ്ഥികരിൽ നിന്നും വാഗ്ഭടാനന്ദൻ നേരിട്ട അതേ എതിർപ്പുകളാണ് MTയും ഇന്ന് നേരിടുന്നതെന്നും പിണറായി. വിശദാംശങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, എന്ത് കാര്യങ്ങൾ വാഗ്ഭടാനന്ദന്റെ പുരസ്കാരം MTക്ക് സമ്മാനിച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു? പ്രദേശ ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാഗ്ഭടാനന്ദ പുരസ്കാരം MT വാസുദേവൻ നായർക്ക് സമ്മാനിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. നോട്ട് നിരോധനത്തെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളാണ് MT തുറന്നു പറഞ്ഞത്. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ അസഹിഷ്ണുതയുമായി സംഘപരിവാർ രംഗത്ത് വരികയായിരുന്നു. ആർജവമുള്ള അഭിപ്രായങ്ങൾ നിർഭയം വിളിച്ചു പറയുന്നവർക്ക് ശത്രുക്കളുണ്ടാകും, പക്ഷെ അങ്ങനെ പറയുന്നവരുടെ കൂടെ ലോകമുണ്ടാകുമെന്നും പിണറായി പറഞ്ഞു. MT ആരാണ് എന്ന ചോദ്യം ചിലർ ഉന്നയിച്ചിരുന്നു. ആ ചോദ്യം മലയാളിയിൽ നിന്ന് ഉയർന്നത് നമ്മുടെ പ്രബുദ്ധതയ്ക്ക് ചേർന്നതല്ല എന്നും പിണറായി പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം MTയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ, MTയുടെ രചനകൾ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ സർഗാത്മകതയെ കുറിച്ചുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നായിരുന്നെങ്കിൽ MT മുമ്പ് ചെയ്ത നിർമ്മാല്യം പോലുള്ള സിനിമ ചിത്രീകരിക്കാൻ പോലും അസഹിഷ്ണുതയുടെ ശക്തികൾ അനുവദിക്കുമായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രബുദ്ധ കേരളം MTയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോട്ട പോലെ ഉറച്ചു നിൽക്കുമെന്നും മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ വാഗ്ഭടാനന്ദ പുരസ്കാര സമർപ്പണ ചടങ്ങായിരുന്നു വടകരയിൽ നടന്നത്. കവി പ്രഭാവർമ്മ MTക്ക് പ്രശസ്തി സമർപ്പിച്ചു. പത്മശ്രീ മീനാക്ഷി ഗുരുക്കളെ ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. മന്ത്രി G. സുധാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും കോഴിക്കോട് ജില്ലയിലെ ജനപ്രതിനിധികളും പങ്കെടുത്തു. പ്രജീഷ്. PV കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്.
ജേക്കബ് തോമസിൽ സർക്കാരിന് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുറമുഖ വകുപ്പിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് KM എബ്രഹാമിന്റെ റിപ്പോർട്ടിന്മേൽ നിയമോപദേശം തേടിയത് കൂടുതൽ വ്യക്തത വരുത്താനാണ്. അഴിമതി ആര് കാണിച്ചാലും സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഡയറക്ടർ ജേക്കബ് തോമസ് തുറമുഖ ഡയറക്ടറായിരിക്കെ അഴിമതി നടത്തിയെന്ന് കാണിച്ച് ധനവകുപ്പ് റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ജേക്കബ് തോമസിനെ സർക്കാരിന് പൂർണ്ണ വിശ്വാസമാണ്. അഴിമതി ആര് കാണിച്ചാലും സംരക്ഷിക്കില്ല. നേരത്തെ വിജിലൻസ് അന്വേഷണം പൂർത്തിയായ കേസിൽ വീണ്ടും അന്വേഷണം നടത്തുന്നതിനുള്ള നിയമവശം പരിശോധിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വേറൊരു ഏജൻസി ഇത് സംബന്ധിച്ച് മറ്റൊരു നിലപാടെടുക്കുമ്പോൾ അതിൻ്റെ നിയമപരമായ വശം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എത്രത്തോളം അവർക്ക് പോകാം. അപ്പോൾ അത് ഫൈനാൻസ് ഇൻസ്പെക്ഷൻ വിങ്ങിന് തന്നെ എത്രത്തോളം പോകാം, എന്താണ് അവരുടെ സാധാരണ നിലക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതടക്കം പരിശോധിക്കേണ്ടതായി. പൂർണ്ണ വിശ്വാസത്തിലാണിപ്പോൾ, ഒരു സംശയവും വേണ്ട. പൂർണ്ണ വിശ്വാസം തന്നെയാണ്. പൂർണ്ണ വിശ്വാസമുള്ള ഒരാൾ വിജിലൻസ് ഡയറക്ടർ അല്ലാതിരിക്കും, വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കും. ലോ അക്കാദമിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി കൈമാറിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പരിശോധന നടത്താൻ കഴിയില്ല. ഏതോ കാലത്ത് CP രാമസ്വാമി അയ്യരെടുത്ത ഭൂമി അത് പരിശോധിക്കാൻ ഇപ്പോൾ ഈ ഗവൺമെന്റിന് കഴിയുന്ന കാര്യമല്ല. ആ പരിശോധനയ്ക്ക് ഇപ്പോൾ പോകുന്ന പ്രശ്നമില്ല. നടരാജപിള്ളയുടെ ഭൂമി ഈ സർക്കാരോ ഇതിനു മുമ്പിലുള്ള സർക്കാരുകളോ എടുത്തതല്ല, CP രാമസ്വാമിയുടെ കാലത്ത് എടുത്തു എന്ന് പറയുന്നതാണ്. അക്കാര്യം പരിശോധിക്കാൻ ഇപ്പോൾ ഈ സർക്കാരിന് കഴിയില്ല. സ്വാശ്രയ മേഖലയെക്കുറിച്ച് പഠനം നടത്താൻ നിലവിലുള്ള വൈസ് ചാൻസലർമാരുടെ കമ്മിറ്റിക്ക് പുറമെ ഉന്നതതല സമിതി രൂപീകരിക്കും. സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന ആക്ഷേപം പരിശോധിക്കും. ന്യായമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേത്. ഫയലുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയെടുക്കുമെന്നും ഇക്കാര്യം പരിശോധിക്കാൻ സെക്രട്ടറി തല യോഗം വിളിച്ചു ചേർക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന ദുരഭിമാന ഹത്യകൾ തടയാൻ പ്രത്യേക നിയമം വേണമെന്ന് DYFI അഖിലേന്ത്യാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാശ്മീരിൽ സുരക്ഷാ സേനയുടെ വെടിവയ്പിൽ കൊല്ലപ്പെട്ട സിവിലിയന്മാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് സമ്മേളനം അംഗീകരിച്ചു. വൻ യുവജന റാലിയുടെ സമ്മേളനം നാളെ സമാപിക്കും. നോട്ട് നിരോധനം കടുത്ത തൊഴിലില്ലായ്മ രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് മറികടക്കാൻ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഇതിനായി പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കണം. കള്ളപ്പണം പിടിച്ചെടുക്കുകയും കിട്ടാക്കടം തിരിച്ചുപിടിക്കുകയും വേണം. അപ്പോൾ DYFI ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇന്നത്തെ ഡിമോണിറ്റൈസേഷന്റെ പശ്ചാത്തലത്തിലും തൊഴിൽ രഹിത വളർച്ചയുടെ പശ്ചാത്തലത്തിലും ഗവൺമെന്റ് ചെയ്യേണ്ടത് വലിയ തോതിൽ പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അന്യായമായ നികുതി ഇളവുകൾ അവസാനിപ്പിക്കണം. ഏതാണ്ട് 35 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം വിദേശ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ സർക്കാരിന് ധൈര്യവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ വിദേശ ബാങ്കുകളിലെ കള്ളപ്പണം ലിസ്റ്റ് സർക്കാരിന്റെ പക്കലുണ്ട്. ആ കള്ളപ്പണം പിടിച്ചെടുത്ത് ഇന്ത്യയിലെത്തിക്കുക. 8.5 ലക്ഷം കോടി രൂപയുടെ കിട്ടാക്കടം, അതിൽ സിംഹഭാഗവും വൻകിടക്കാരുടേതാണ്, NPA, അത് തിരിച്ചു പിടിക്കണം. സ്വകാര്യ മേഖലയിൽ തൊഴിൽ സംവരണത്തിനായി ആവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരണം. കാമ്പസുകളിലെ ജാതി വിവേചനം തടയാൻ രോഹിത് വെമുലയുടെ പേരിൽ പുതിയ നിയമം കൊണ്ടുവരണം. ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കായി പ്രത്യേക ബജറ്റ് വിഹിതം അനുവദിക്കണം. ഇവർക്ക് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ സംവരണം ഏർപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സ്വവർഗ ലൈംഗികതയെ ക്രിമിനൽ കുറ്റമായി കാണുന്ന മനോഭാവം മാറണം. ഇതിനായി ബോധവൽക്കരണ പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പ്രതിനിധി സമ്മേളനത്തിൽ തുടരും. സംഘടനയിലെ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ജാതി വിവേചനം ഇന്ത്യയിൽ എന്ന വിഷയത്തെ അധികരിച്ച സെമിനാർ ശനിയാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്ന സംശയത്തെ തുടർന്ന് മന്ത്രി സ്കൂൾ കെട്ടിടത്തിൽ ഉദ്ഘാടനത്തിന് വിസമ്മതിച്ചു. അമ്പലപ്പുഴ KK കുഞ്ചുപിള്ള സ്മാരക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. മന്ത്രിയെ പിന്തുണച്ച് KJ യേശുദാസ് രംഗത്തെത്തി. അമ്പലപ്പുഴ കുഞ്ചുപിള്ള സ്മാരക സ്കൂളിന് കെട്ടിട നിർമ്മാണത്തിന് MLA ഫണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപയായിരുന്നു മന്ത്രി G സുധാകരൻ അനുവദിച്ചിരുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് ക്രമക്കേട് മന്ത്രിക്ക് ബോധ്യമായത്. 55 ലക്ഷം രൂപയ്ക്ക് 2 മുറി മാത്രമാണ് നിർമ്മിക്കാൻ പോകുന്നതെന്ന് ബോധ്യപ്പെട്ട മന്ത്രി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കാതെ മടങ്ങുകയായിരുന്നു. ക്രമക്കേടിനെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് ടെക്നിക്കൽ എക്സാമിനറോട് നിർദ്ദേശിച്ചതായി മന്ത്രി പിന്നീട് പീപ്പിൾ TVയോട് പറഞ്ഞു. സ്കൂൾ അധികാരികളോട് ചർച്ച ചെയ്യുന്നില്ല. സ്കൂളിലൊരു കെട്ടിടം, ഞാൻ സ്കൂളിനോട് പൈസ ചെയ്തു, അവർക്കൊരു കെട്ടിടം നിർമ്മിക്കും, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല, ചർച്ചയില്ല. പൈസ കൊടുത്ത MLA ഒന്നും കാണിക്കുന്നില്ല. അവർ വന്നു പണിയുന്നു പോകുന്നു, നമ്മൾ ഉദ്ഘാടനം നടത്തുന്നല്ലാതെ വേറെ ഇതിനകത്തിൽ എന്താ പറയുന്നത് ഒരു ബോധ്യപ്പെടുത്തലില്ല. ഇത്തരം പ്രവൃത്തികളാണ് ജനപ്രതിനിധികൾ മാതൃകയാക്കേണ്ടതെന്ന് പിന്നീട് G സുധാകരനെ പിന്തുണച്ച് യേശുദാസും പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഗോവയിലും പഞ്ചാബിലും മികച്ച പോളിംഗ്. വടക്കൻ ഗോവയിൽ 84%, തെക്കൻ ഗോവയിൽ 81%മാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചാബിൽ 5 മണിവരെ 70% പോളിംഗ് രേഖപ്പെടുത്തി.
പ്രതീക്ഷിച്ചതുപോലെ ഒരു വൻ പോളിംഗ് ഇത്തവണ പഞ്ചാബിൽ ഉണ്ടായില്ല. 8 മണിക്ക് ആരംഭിച്ച പോളിംഗ് ആദ്യ 2 മണിക്കൂറിൽ 10% താഴെയായിരുന്നത് 5 മണിയോടെ 75% ഒതുങ്ങി. കഴിഞ്ഞ തവണ 79% പോളിംഗ് ഇത്തവണ 85% മുകളിൽ പോകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷിച്ചത്. 117 സീറ്റുകളിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന പഞ്ചാബിൽ 1147 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അമരീന്ദർ സിംഗും മത്സരിക്കുന്ന ലാംബി മണ്ഡലത്തിൽ വോട്ടിംഗ് ശതമാനം എന്നാൽ കുറഞ്ഞു. ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദലും ആം ആദ്മിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഭഗവത് മന്നും മത്സരിച്ച ജലാലാബാദ് മണ്ഡലത്തിലും വോട്ടിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞു. Polling percentage is concerned, at 5 p.m. the tentative figure reported from various channels like SMS, on phone calls is 70%. വോട്ടിംഗ് മെഷീനുകളിലെ സാങ്കേതിക തകരാർ മൂലം മണ്ഡലങ്ങളിൽ 40 മിനിറ്റ് വൈകിയാണ് പോളിംഗ് നടന്നത്. സാങ്കേതിക തകരാർ മൂലം മജീദ മണ്ഡലത്തിൽ മണിക്കൂറുകളോളം പോളിംഗ് നിർത്തിവച്ചു. ഒറ്റപ്പെട്ട ചില മേഖലകളിൽ അകാലിദൾ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. പഞ്ചാബിൽ പോളിംഗ് തുടങ്ങിയതിന് 1 മണിക്കൂർ മുമ്പേ ഗോവയിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. ശക്തമായ ചതുഷ്കോണ മത്സരം നടക്കുന്ന ഗോവയിലെ 40 സീറ്റുകളിൽ 250 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. പഞ്ചാബിനേക്കാൾ മികച്ച പോളിംഗ് ആണ് ഗോവയിലെ 1642 ബൂത്തുകളിലും ദൃശ്യമായത്. സ്ത്രീകൾക്ക് മാത്രം പോളിംഗ് സൗകര്യമൊരുക്കിയ പിങ്ക് ബൂത്തുകളും ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഗ്രാമീണ മേഖലയിൽ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ അകാലിദൾ കോട്ടയായ ജലാലാബാദ്, ലാംബി ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇത് BJPക്ക് കനത്ത തിരിച്ചടിയേകുമെന്നാണ് ആം ആദ്മിയുടെ അവകാശവാദം. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കരൻ, ദില്ലി.